ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അല്ലറ ചില്ലറ എന്ന് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ വിചാരിച്ചൊന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും സാപ്പിയും കൂടിയിട്ട് തൃശ്ശൂർക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടാണ്. എനിക്ക് ഈ ഹെൽമെറ്റ് വെച്ചാൽ കാറ്റത്ത് ഇങ്ങനെ ആടുണ്ട്. അത് എന്താ സംഭവം ലൂസായിട്ടാണ് തോന്നുന്നു. അപ്പോൾ എനിക്കൊരു പേടിയാണ് അത് പറന്നു പോകുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൈകൊണ്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സാപ്പി ഇതാ പറഞ്ഞു, നീ ഇത് ഗ്ലാസ് ഇങ്ങോട്ട് താഴ്ത്തിട്ടോ, അതായിരിക്കും നല്ലതെന്ന്. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ ഹെൽമെറ്റും കൂട്ടിയിടിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഒരുവിധം നമ്മൾ തൃശ്ശൂരെത്തി. പറഞ്ഞു വന്ന് നമ്മളിന്ന് പോണത് എങ്ങടാന്ന് വെച്ചാൽ, ഞാൻ ബ്രൈഡ്സിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാണ്ടെന്നുണ്ടെങ്കിൽ പുത്തമ്പള്ളിയുടെ അവിടെയുള്ള പവൻ എന്നാണ് കേട്ടോ വാങ്ങിക്കുക. അതായത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങില്ല, അല്ലാണ്ടുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി ഷോപ്പിൽ കയറിയതും നല്ല മഴയായിരുന്നു കേട്ടോ. അതാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് രാവിലെ ആയതുകൊണ്ട് ഇങ്ങനെ എണ്ണപ്പലഹാരം കണ്ടപ്പോൾ എനിക്കൊരു വാങ്ങണം എന്നുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എണ്ണപ്പലഹാരം. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, എപ്പോഴും എന്നും കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്നും കഴിക്കും. അപ്പോൾ വണ്ടി നിർത്തി അത് വാങ്ങിച്ചു. പിന്നെ ഈ കടയിൽ നമ്മൾ രണ്ടാമത്തെ കടയാണ് കേട്ടോ. അവിടെ ഇരിക്കണ ആ ഒരു ബോണ്ട ഉണ്ടംപൊരി എന്നൊക്കെ പറയും, അത് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും വാങ്ങാൻ വേണ്ടി നമ്മളവിടെ നിർത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ആംബ്രു നീറ്റ് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളെ കണ്ടിട്ടുള്ള ആ ഒരു സന്തോഷവും അതുപോലെ ഒരു പോസും സ്റ്റൈലൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. രാവിലെ ഞങ്ങൾ നേരത്തെ പോയിട്ട്, കാരണം വേഗം പോയിട്ട് വരണം എന്നുള്ളതിൽ, കാരണം വൈകിട്ട് വർക്ക് ഉണ്ട്. അപ്പം എനിക്ക് കുറച്ചേരം ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പോയത് കേട്ടോ. അങ്ങനെ കുറേ നേരം ആംബ്രുവിൻ്റെ കൂടെ ഇരുന്ന് കളിച്ചു. കുറേ കളിച്ചപ്പോൾ ആംബ്രുവിന് ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ പാലൊക്കെ കൊടുത്ത് ആംബ്രുവിനെ ഉറക്കി. ഇന്ന് പിന്നെ നല്ല തണവുണ്ടായിരുന്നു, കാരണം നല്ല മഴയായിരുന്നു കേട്ടോ. പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഴ പെയ്തിരുന്നു. നല്ല തണവുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഉമ്മ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ വാങ്ങിച്ച പലഹാരമുണ്ട്, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് കഴിക്കണത് ഈ ഒരു ചിക്കൻ റോളാണ്. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷെ ചില ചിക്കൻ റോളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് വാങ്ങണത്. എനിക്ക് എന്തോ ഇത് തോന്നിയില്ല കേട്ടോ. ഭയങ്കര ബലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉമ്മാക്ക് വാങ്ങിച്ച ആ ഒരു ബോണ്ടല്ലേ, അത് പകുതി കഴിക്കണം കേട്ടോ. അടിപൊളി ബോണ്ടയാണ് ഗൈസ്. ആ ഒരു കടയിലത്തെ ഞങ്ങൾ ഇടക്കിടക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ തലയിൽ ഒരു പാക്ക് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. എൻ്റെ തലയിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് കേട്ടോ. ഇത് തൈരും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഒരു 4 തുള്ളി നാരങ്ങ നീരും കേട്ടോ. ഇത് നമ്മുടെ താരം പോവാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് അല്ലേ സാപ്പിയാണെന്ന് എനിക്ക് തലയിൽ പാക്കൊക്കെ ഇട്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നല്ല താരം കൂടിയേക്കുക. അതാണ് എൻ്റെ നെറ്റിയുടെ ഇവിടെ കുരു കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താരം വന്നേക്കുന്നത്. അപ്പോൾ നമുക്കത് മുളയിലേന്നുള്ള അല്ലേ, എന്നോട് ഞാൻ പറഞ്ഞിട്ട് ഇമാതിരി ചളി എൻ്റെ വ്ളോഗിൽ വന്ന് അടിക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഹെയർ പാക്ക് ഇടാം. എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് കേട്ടോ. നമുക്കിങ്ങനെ ഉറങ്ങി വീഴാൻ തോന്നും ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ തേക്കരുത്, വേറെ ആളെ കൊണ്ട് ഇട്ട് തരാൻ പറയണം. പിന്നെ എനിക്ക് ഈ നെറ്റിയുടെ അവിടെ ഭയങ്കര കുരു വരും കേട്ടോ. താരം നന്നായി കൂടിയാൽ. ആദ്യമൊന്നും ഉണ്ടാവില്ല, ഇടയ്ക്ക് വരും. അത് ഈ ഉറക്കം കുറയണ കാരണമാണ്. ഭയങ്കര ഉറക്കം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് താരം കൂടണത്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂട്ടാം. പിന്നെ നമ്മൾ വീണ്ടും ഉറങ്ങാണ്ടിരിക്കുക, കെയർ ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും താരം വരുന്നത്. ഇതൊന്നും താരനല്ല കേട്ടോ, അതൊക്കെ തൈരാണ് ഗൈസ്. ഫുള്ളായിട്ട് ഇട്ടിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞുട്ട് ഇനി നമുക്ക് കുളിച്ചിട്ട് വരാം. നല്ല ഉറക്കം വരിക, കണ്ണിങ്ങനെ അടഞ്ഞു പോവുക. അപ്പോൾ നമുക്ക് ഇനി കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു സ്കിൻ കെയർ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഇത് മിനിമലിസ്റ്റിൻ്റെ ആണ്. ഇത് ഡ്രൈ സ്കിന്നുകാർക്കാണ്, അടിപൊളിയാണ്. എന്നാലും വേറൊരു സംഭവം ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇടുകയാണ് കേട്ടോ. എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും എൻ്റെ സ്കിന്ന്. അപ്പോൾ മോയ്സ്ചറൈസർ പരമാവധി ഞാൻ ഇടാൻ നോക്കാറുണ്ട്. അതിന് ശേഷം പിന്നെ ഞാനൊരു ലിപ് ബാം മാത്രമാണ് ഇടുന്നുള്ളൂ. കാരണം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കിന് പോവും. അപ്പോൾ വീണ്ടും ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഇതൊക്കെ ഇടണം. അപ്പോൾ എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കണത്? സൺസ്ക്രീനൊക്കെ എന്താ വില അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇടണില്ല കേട്ടോ.
പിന്നെ ലിപ് ബാം ഞാൻ മറ്റേ ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ് ബാമാണ്. നല്ല മണും ഒരു ചെറിയൊരു ടിൻ്റൊക്കെ ഉള്ളൊരു ലിപ് ബാമാണ്. എനിക്കത് ഇട്ടിട്ട് നടക്കാനും ഇഷ്ടമാണ് കേട്ടോ. ചില ലിപ് ബാം ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ലിപ്പിലൊരു ലെയറുള്ള പോലെ തോന്നാറുണ്ട്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സ്കിൻ കെയർ. ഞാൻ പോണ കാരണമാണ് കേട്ടോ വേറെ ഒന്നും ഇടാത്തത്. ഇപ്പോൾ നല്ല കുരു ഇതൊക്കെ വന്ന കാരണം ആകെ ഡാമേജ് ആയി കിടക്കുകയാണ് ഗൈസ് എൻ്റെ ഫേസ്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ആംബ്രു നീറ്റു സാപ്പി ആംബ്രും കൂടിയിട്ട് കളിക്കണ ആ ഒരു രംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആകെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞതിന് ശേഷം നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. കണ്ണിങ്ങനെ അടഞ്ഞു പോവുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ കമ്മൽ ഊരി വെച്ചേക്കാണ് കേട്ടോ. കമ്മൽ ഇടണം. കമ്മൽ ഞാൻ അന്ന് പെരുന്നാളിന് ഊരി വെച്ചതാണ്. ആദ്യം നമുക്ക് ചോറിനാം വിശക്കണു. ചോറിന് ഇന്ന് സാമ്പാറും അതുപോലെ ബീട്രൂട്ട് ഉപ്പേരിയും ഉണക്കലും പൊരിച്ചതാണ് കേട്ടോ. മീനൊന്നും ഇപ്പോൾ ഈ വഴിക്കേ വരുന്നില്ല ഗൈസ്. അപ്പോൾ ഉണക്കലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ ചോറും അതൊക്കെ അത്യാവശ്യത്തിലധികം കഴിച്ചു. പിന്നെ ഞാനിപ്പോൾ ചോറ് കഴിക്കൽ കുറവാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. കുറേ നാൾ ചോറ് കഴിച്ച് പെട്ടെന്നൊരു മട്ടലാണ്. അത് ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം വന്നിട്ടുള്ളൊരു സംഭവമാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോറ് കഴിക്കൽ കുറയും. പിന്നെ ഞാൻ വീണ്ടും അത്യാവശ്യത്തിലധികം ചോറ് വീണ്ടും കഴിക്കും വിശക്കുമ്പോഴൊക്കെ. പക്ഷേ ഞാൻ ചോറ് കഴിക്കൽ കുറവ്. എനിക്ക് കൂടുതൽ ചായയുടെ കടിയെ തോന്നുന്നു ഞാൻ കൂടുതൽ കഴിക്കുക കേട്ടോ. എനിക്ക് ചോറ് അങ്ങനെ കഴിക്കാൻ പറ്റണില്ല ഇപ്പോൾ. അത് പ്രഗ്നൻ്റ് ആയതിന് ശേഷം വന്നതാണ്. അത് ചിലവർക്ക് അങ്ങനെയാണ് തോന്നുന്നു. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കുറേ അങ്ങോട്ട് കഴിച്ചാൽ പിന്നെ അതിന് ശേഷം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വർക്കിന് പോകാനുള്ള ടൈമായിട്ടോ. അപ്പോൾ ആംബ്രുവിനോട് ഞാനിങ്ങനെ യാത്ര പറയണം. ആംബ്രുവിന് സങ്കടമായിട്ടുണ്ട്. കാരണം ഞങ്ങൾ പോവാന്ന് മനസ്സിലായി. ട്രോളിയും കാര്യങ്ങളൊക്കെ കാറിൽ വെച്ചപ്പോൾ മുപ്പരാൾക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ സങ്കടത്തിൽ ഇരിക്കണമൊക്കെ ഞാനിതാ വർക്കിന് പോവാണ് കേട്ടോ. സാപ്പി ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അവിടെ പോയിട്ട് കാണാം. ഇവിടുന്ന് ഒരു 20 മിനിറ്റ് അല്ലേ ഉള്ളൂ. 20 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയിട്ട് കാണാം. ഇതാണ് കേട്ടോ നമ്മൾ വർക്കിന് വന്ന വീട്. നല്ല വീടാണ് കേട്ടോ. എനിക്ക് പണ്ടത്തെ വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തട്ടൊക്കെ ഉള്ളത്. നല്ല കൂളിങ്ങും ഉണ്ട് കേട്ടോ. കറണ്ട് ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ ഞാൻ ഓൾറെഡി റെഡി ആയിട്ടുള്ളതൊക്കെ എൻ്റെ അക്കൗണ്ടിലും അതുപോലെ ചാനലിലും ഒക്കെ ഇട്ടുണ്ട്. അതാണ് കാണിക്കാത്തത്. വർക്കൊക്കെ കഴിഞ്ഞ് ഇതാ സാപ്പി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് വേഗം റെഡി ആയിട്ട് വേണം നമുക്ക് അജാസ്കാടെ കല്യാണത്തിൻ്റെ തലേ ദിവസം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് വേഗം വീട്ടിൽ പോയിട്ട് റെഡി ആവാം. വീട്ടിലെത്തിയത് നമ്മൾ സടപടയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ റെഡി ആയത്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ആംബ്രുവിനെ 9 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ അത് ഇട്ടപ്പോൾ എനിക്ക് എന്തൊരു അത്ഭുതമൊക്കെ പോലെ. പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. ഈ ഓഡിറ്റോറിയം ഞാൻ പറയണ്ടല്ലോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഓഡിറ്റോറിയമാണ്. ആംബ്രുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ ഓഡിറ്റോറിയമാണ്. എത്ര വട്ടം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ. തലേ ദിവസം ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ അജാസ്കയാണ് കേട്ടോ. അപ്പോൾ അജാസ്കയുടെ കോസ്റ്റ്യൂമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കുർത്തയായിരുന്നു. പിന്നെ എന്താ ആംബ്രു നടക്കന്നെ. ആംബ്രുവിന് ഇപ്പം ഇങ്ങനെ നടക്കൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അവിടെ പാട്ടും അതുപോലെ ലൈറ്റൊക്കെ ഉള്ള കാരണം നല്ല ഇഷ്ടമായിട്ട്. അപ്പം അങ്ങനെ സാപ്പിയുടെ കൈ പിടിച്ച് നടക്കുകയാണ്. പിന്നെ വ്ളോഗിൻ്റെ ഇടയിൽ അച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ സംസാരിക്കുമായിരുന്നു വ്ളോഗിൽ. പക്ഷേ നമുക്കവിടെ പാട്ടുള്ള കാരണം കോപ്പിറൈറ്റ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അവന് ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. നല്ല നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആംബ്രുവിന് ഒന്ന് ലേശമാണ് കൊടുത്തുള്ളൂ. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ പാട്ടൊക്കെ കണ്ട് സംസാരിച്ചിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മളിതാ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി നമ്മൾ ആംബ്രുവിനുള്ള ഫുഡ് ഉണ്ടാക്കാൻ കേട്ടോ. ആംബ്രുവിന് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നെയ്ച്ചോറ് കൊടുത്തു. വളരെ കുറച്ചായിട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ ഇനി അവനക്ക് കുറുക്കുണ്ടാക്കണം. രാത്രി അവനക്ക് കോറയാണ് കേട്ടോ കൊടുക്കുക, അവൻ്റെ കോറപ്പാത്രം. അപ്പോൾ ഞാൻ ഇനി കോറ ഉണ്ടാക്കിയിട്ട് വരാം കേട്ടോ. ഞാനങ്ങനെ ആംബ്രുവിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ആംബ്രു അവിടെ കുറച്ച് നേരം കളിക്കണം കേട്ടോ. ഫുഡ് കഴിക്കൊന്നും ഉറങ്ങില്ല. കുറച്ച് നേരം കളിച്ചിട്ടാണ് ഉറങ്ങുള്ളൂ. അപ്പോൾ ഞാനും ഫ്രഷായി. ഇന്നത്തെ ഒരു വിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി രാത്രി കിടക്കുമ്പോഴാണ് വീഡിയോ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല ടയേർഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.